ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അപ്പൊ ഇന്ന് നമ്മൾ പുതിയ കുപ്പായം ഫിറുണ്ട് കുപ്പായം എനിക്ക് പാത്തുണ്ട് കുപ്പായം ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് പുതിയ കുപ്പായം ഒക്കെ ഇട്ട് പെരുന്നാൾ ആഘോഷിക്കാൻ പോവാണല്ലേ അല്ലേ? എന്താ ഒരു ഉഷാറില്ലാത്ത? ഫിറു രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് പിന്നെ നമ്മളിപ്പം വീട്ടിലോട്ടൊക്കെ പോകാൻ ഇറങ്ങുവാണ് ഗൈസ്. നമ്മൾ ഇന്നിവിടെ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല. കഴിഞ്ഞ പെരുന്നാളിന് ദ്വീപിലുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കി. ഫുഡ് ഉണ്ടാക്കാത്തതാണോ? ഓക്കെ, ഇനി എൻ്റെ ഉടുപ്പൊന്ന് കാണിച്ചു കൊടുക്കും. ബാക്കിൽ കാണിച്ചു നമ്മൾ കൊറേ തപ്പി കിട്ടിയ ഉടുപ്പാണ് ഇത് അല്ലേ ഫിറു? പൊതുവെ പെട്ടെന്ന് എടുക്കുന്ന എനിക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല, ഫിറുവിന് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ കോഴിക്കോട് സ്റ്റുഡിയോ എടുത്തു. ഇത് നല്ല രസമുണ്ട് അല്ലേ ഫിറു? ഇതിന്റെ ഒരു വേറെ വെറൈറ്റി ആയിരുന്നു, പക്ഷെ അവിടെ ഉണ്ടായിരുന്നു അത് രസം ഉണ്ടായിരുന്നില്ല. ഇല്ല, ഇവിടത്തെ താമരശ്ശേരിത്തെ അതിനാണ് കയ്യും ഉണ്ടായിരുന്നില്ല. ആണോ? ആ അതെ അതെ, കൈയില്ലാത്തൊരു ടൈപ്പ് ഇങ്ങനത്തെ ഉണ്ടായിരുന്നു. അപ്പം ഇത് സെറ്റ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. ഫിറു ഞാൻ ഏകദേശം സെയിം കളറാണ്. ഞാൻ ഫിറുണ്ടും കാണിച്ചത്. ഫിറു ഇന്ന് നല്ല സുന്ദരനായിട്ടുണ്ട്. അവിടെ നിന്ന് ചാരി കറയാക്കണ്ട, പക്ഷെ അതിന്റെ കറ ഇങ്ങോട്ടാക്കണ്ട, പൊടി ഉണ്ടാവും. ഓക്കെ, അപ്പം ഫിറു ഇന്ന് തുണിയാണ് എടുത്തിരിക്കുന്നത്. പോവാൻ വേണ്ടിട്ട് കാർ എടുക്കാൻ പോയി കൈസ്. അത് കാണുന്നുണ്ടോ ഫിറുവിനെ? ഫിറുട്ടന്ന മൈലാഞ്ചി കണ്ടോന്നുണ്ടോ? ഇത് ഞാനിട്ടത്, ഇത് ഫിറു ഇട്ടത്. ഈയടങ്ങാടിനോട് യാത്ര പറഞ്ഞ് വീട്ടിൽ പോവാൻ. ഈയടങ്ങാടി നിങ്ങൾക്ക് കാണിച്ചിരുന്നെന്ന് ഫിറു പറഞ്ഞു. മത്സ്യന്മാരൊക്കെ പുതിയ ഉടുപ്പെടുത്ത് നിൽക്കുന്നത് കാണിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. പുതിയ റോഡ് ടാറിട്ട് ഇന്ന് ഈ അടുത്ത് റെഡിയാക്കിയിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കറക്റ്റാണ്. ആരോ വരുന്നുണ്ട്, പോയിക്കോട്ടെ. മനുഷ്യന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. സൺകിസ്റ്റ് എടുക്കാൻ വന്നത് സൺകിസ്റ്റ് ആണോ സൺകിൽഡ് ആണോ എന്നറിയില്ല. നല്ല വെയിലുണ്ട്. ഞാൻ ഇതിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതാണ് നിങ്ങളിപ്പോ കാണുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. ഇന്നെന്താ പ്രത്യേകിച്ച് പരിപാടി എന്ന് വെച്ചാൽ അങ്ങനെ പരിപാടിയായിട്ടൊന്നും ഇല്ല. പണ്ടൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അല്ലെ, പെരുന്നാളൊക്കെ വരാൻ. പ്രായം കൂടുന്നതിനനുസരിച്ച് ആ എക്സൈറ്റ്മെന്റ് ഒക്കെ കുറയുന്നുണ്ട്. അതിലെനിക്ക് വിഷമമുണ്ട് അങ്ങനെ കുറയുന്നതിൽ. ഈ എക്സൈറ്റ്മെന്റ് കുറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഫിറു? ഒന്നാമത് കുട്ടികൾക്ക് ആഘോഷങ്ങൾ എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഒരു കൗതുകമാണല്ലേ. പക്ഷെ അന്നൊക്കെ നമുക്ക് ഒരു പുതിയ കുപ്പായം കിട്ടുന്നത് പെരുന്നാളിനായിരുന്നു, അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുന്നത് പെരുന്നാളിനായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് കിട്ടുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനൊന്നും വെയിറ്റ് ചെയ്യാൻ ആവശ്യം വരുന്നില്ല അല്ലേ? ആണ്, ഞങ്ങൾക്കൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ഒരു പുതിയ കുപ്പായം ഇടുന്നതിന്റെ സന്തോഷമോ നല്ല ഭക്ഷണത്തിന് അതൊന്നും ഇപ്പൊ നമുക്കില്ലല്ലോ. അതൊക്കെ ഒരു കുഞ്ഞുമക്കള് അവര്, എനിക്ക് തോന്നുന്നത് ക്യാമറയിൽ കിട്ടിയോ? കിട്ടിയിട്ടുണ്ട്. അവര് എനിക്ക് തോന്നുന്നു പാത്രത്തിൽ എന്തോ പായസമൊക്കെ ആയിട്ട് അടുത്ത വീടുകളിലോട്ട് പോവാണ്. നമ്മളെയൊക്കെ പെരുന്നാളുകൾ അങ്ങനെ ആയിരുന്നല്ലോ. അതൊക്കെ കാണുമ്പോൾ ഇപ്പോഴും ബാക്കി ഉണ്ടാവും. അതെ അതെ അതെ, ഇവിടെ അടുത്താണ്, ഉൾനാടുകളിലാണ്, നാട്ടിൻപുറത്താണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡാണ് ഗൈസ്.
അവിടെ അല്ലേ തോട്ടില് വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. വാഴത്തോപ്പ് കാണുന്നുണ്ട്. അതൊന്നും കാണുന്നില്ല. ഇവനെ ഞാൻ ക്യാമറ എടുക്കുമ്പോ അവനിങ്ങനെയാണ്. ഒരു ഇതാണ് എന്നെ. ഞാനല്ല ക്യാമറ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കും ഭയങ്കര സന്തോഷം. വർക്കിലെത്തി കച്ചിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് എന്റെ പേര് കാണാം. ഇവിടെ പോയി വേർ ഇസ് മൈ ഗ്രേറ്റ് നെയിം, സോറി ലിറ്റിൽ സ്റ്റേറ്റ് ഓഫ് ഫാത്തിമാസ്ത സോമ്യപതിയുടെ ബോർഡ് ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മള് ഇത് ഇവിടെയാണ് വീട്. മദർ അവിടെ ഇരിക്കുന്നുണ്ട്, ചായ കുടിക്കുവാണ്. കുഞ്ഞിമോനും ഒരേ കളർ കുപ്പായാണ് ഗൈസ്. കാക്കതേ പുതിയ കുപ്പായം, പുതിയ ഇവിടെ നിൽക്ക്, ഞാൻ കാണിച്ചു കൊടുക്കട്ടെ ചെരുപ്പ്. ഓന്റെ പുതിയ ചെരുപ്പ്. ഐസ് ടൈയൊക്കെ ഉണ്ടല്ലോ, ടൈയൊക്കെ ഉണ്ട്. എന്തുവാ പെരുന്നാൾ ആശംസകൾ എന്ന് പറയാ. ഇന്ന് എന്ത് പെരുന്നാളാ? ബലി പെരുന്നാൾ. വലിയ പെരുന്നാളല്ല, ബലി പെരുന്നാൾ. ബലി പെരുന്നാളാ. വലിയ പെരുന്നാളെന്നും പറയും. വലിയ പെരുന്നാൾ ബലി. എന്താ കേട്ടില്ല? ഇതിന്റെ ടിക്കിനിന്റെ ബാഗി പാൻറ്റും ടോപ്പും അണിഞ്ഞ് ഊരിൽ ചുറ്റി നടക്കാം. കണ്ണെഴുതിയിട്ടുണ്ട്. മുടി ഇതാണ് ഗൈസ് ഞങ്ങളെ പെരുന്നാള്. താഴെ പോയി കേട്ടോ. ഏതാ പായസം കുടിക്കുന്നു? നിങ്ങൾ പായസം കുടിക്കാണ് ഗൈസ്. അപ്പൊ കുടിച്ചാൽ അടുത്തതായി മാളുമ്മന്റെ പെരുന്നാപ്പാട്ട്. ഇപ്പൊ പാടിയ പാട്ട്. ബിരിയാണിയാണോ? അമ്മയും ബിരിയാണി കഴിക്കാം. പാത്തു ഓടി വന്നേ. എല്ലാരും എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളെല്ലാരും കൂടെ ഇപ്പം കരിയാത്തുംപാറ, അതായത് കക്കയം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വണ്ടി ഓടിച്ചോളൂ. ഡ്രൈവറില്ല ഗൈസ്. നല്ല വെയിലെന്ന് വെച്ചാല് ഇത് മഴക്കാലാണോ വെയിലുകാലാണോ മനസ്സിലാവാത്ത അത്രയും വെയില. അതുകൊണ്ടാണ് ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നത്. ഞാനും ഫിറും തമ്മിൽ ഈ കൂളിംഗ് ഗ്ലാസ്സിന് ഇപ്പൊ അടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ അവൻ തോറ്റു വന്നു, ഞാൻ ജയിച്ചു. നമ്മള് അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോഡാണ്. നിങ്ങൾക്കറിയാലോ, ഈ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മൊത്തം മലയോര പ്രദേശങ്ങളാണ്. പോവാൻ നല്ല രസമുണ്ട്. ഇപ്പം ആദ്യം നല്ല വെയിലായിരുന്നു, ഇപ്പൊ വെയിൽ ഇച്ചിരി താണു. ഈ റോഡെത്തുമ്പോൾ മരങ്ങളുള്ളോണ്ടേ അല്ലേ? ഇതൊക്കെ വെള്ളിയിലേക്കാ. ആക്ച്വലി നല്ല
തിരക്കുണ്ട് കേട്ടോ. എല്ലാരും ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു, നമ്മളെ പോലെ തന്നെ. മുകളിലാണ് കക്കയുണ്ടാവുന്നത്. ഓ മൈ ഗോഡ്, അത് കാണാവോ ഗൈസ്? ചെറിയ റോഡും ഇഷ്ടംപോലെ വണ്ടി. നല്ല രസമുണ്ടല്ലേ വ്യൂ ഫിറു? ഞാൻ വന്നിട്ടില്ലല്ലോ. ഓ ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ. ഇവിടെ ഇപ്പം എന്താ കാണാനുള്ള ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. വെറുതെ ഇവിടെ അങ്ങനെ കുത്തിരിക്കാൻ പറ്റുന്നുണ്ട്. പ്രകൃതി രമണിയൊക്കെ ഇല്ലേ? ഇവിടെ രസമല്ല. രസല്ലേ? നമുക്കെന്താ വേണ്ടേ? ചാടി കുളിക്കണം. ഇതാ വെള്ളം ഉണ്ടല്ലോ, ചാടി കുളിച്ചൂട്. ഞങ്ങൾ വന്നത് ആക്ച്വലി കരിയാത്തുംപാറ പറയുന്ന സ്ഥലം കാണാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അവിടെ എത്തി നോക്കുമ്പം അവിടെ നല്ല തിരക്കുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എൻട്രി ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ 5:30 വരെ സമയമുള്ളൂ ഗൈസ്. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ച് തോണിക്കടവ് തന്നെ പോയി അവിടെ ഇറങ്ങിയതിൻ്റെ വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. അവിടെ പ്രത്യേകിച്ച് അങ്ങനെ കാണാൻ മാത്രം ഒന്നുമില്ല. ഇങ്ങനെ ചെറിയൊരു സ്ഥലം, വെള്ളം, പിന്നെ അവിടുന്ന് കുറേ പേര് മീൻ പിടിക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പെരുന്നാളിന് പോയിട്ട് ഇത്രയേ ഉണ്ടായുള്ളൂ. പിന്നെ നമ്മൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയി, അത്രയേ ഉള്ളൂ. ചെറിയ പെരുന്നാളല്ലേ